ഹലോ, ഗുഡ് മോർണിംഗ്. നല്ലൊരു ദിവസമായിരുന്നു കേട്ടോ. കാരണം എന്താണെന്ന് വെച്ചാൽ ഞങ്ങൾ ഫ്രണ്ട്സ് എല്ലാവരും കൂടി നാട്ടിൽ കൂടിയപ്പോൾ ഒരു റിസോർട്ട് എടുത്ത് എല്ലാവർക്കും ഒരുമിച്ച് കൂടാനുള്ള തീരുമാനത്തിലെടുത്ത് കക്കാടംപൊയിലുള്ള റിസോർട്ടായിരുന്നു കേട്ടോ. നല്ല വീടിൻ്റെ അറ്റ്മോസ്ഫിയറുള്ള റിസോർട്ടായിരുന്നു. അതുപോലെ തന്നെ നല്ല ഗ്രീൻ വ്യൂവിലുള്ള ഒരു ക്രീം എക്കോയിലുള്ള ഒരു റിസോർട്ടും കൂടിയായിരുന്നു. നല്ല വീട് പോലത്തെ, അതുപോലെ ട്രഡീഷണൽ ലുക്കിലുള്ള അവിടുത്തെ ബെല്ലൊക്കെ കണ്ടില്ലേ, നല്ല ട്രഡീഷണൽ ലുക്കിൽ നമ്മൾ പണ്ടത്തെ രൂപത്തിലുള്ള ഒരു ബെല്ലൊക്കെയാണ്. അതുപോലെ തന്നെ എന്താ എൻ്റെ ഫ്രണ്ട് വ്യൂ വരുന്നത്, അവിടെ കുറേ ഫോട്ടോ എടുക്കാനുള്ള സ്ഥലങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ നമ്മൾ കുറേ ഫോട്ടോ ഒക്കെ എടുത്തിട്ടുണ്ട്. അതുപോലെ ഇത് കിച്ചണിലേക്ക് പോകുന്ന വഴിയാണ്. അവിടെയും ട്രഡീഷണൽ ലുക്ക് കീപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് സ്റ്റോണൊക്കെ ഇട്ടിട്ട് ഇന്റർലോക്കിന്റെ ക്യൂബ്സ് ഒക്കെ വെച്ചിട്ടായിരുന്നു. പിന്നെ ഗാർഡന്റെ പോർഷനിലൊക്കെ ബാമ്പു, ചെറിയ ഗാർഡൻ ബാമ്പു ഒക്കെ വെച്ചിട്ട് ക്രിയേറ്റ് ചെയ്തിരുന്നു. ഇത് കിച്ചൺ നമ്മൾ യൂസ് ചെയ്തിട്ടില്ല. നല്ല അടിപൊളി കിച്ചൺ ആയിരുന്നു. പിന്നെ ഗ്രിൽ ചെയ്യാനുള്ള സൗകര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഇതാണ് ഫ്രണ്ട് വ്യൂ. നേരത്തെ കാണിച്ച പോലെ തന്നെ സ്വിമ്മിംഗ് പൂളായിരുന്നു ഫ്രണ്ടിലുണ്ടായിരുന്നു. അതുപോലെ തന്നെ സിറ്റിംഗ് ഏരിയയും ഫ്രണ്ടിലുണ്ട്. സിറ്റിംഗ് ഏരിയയിൽ ഇരിക്കുന്ന ആൾക്കാർക്ക് ഇരിക്കും ചെയ്യാം. ഒരു പുറത്ത് സ്വിമ്മിംഗ് പൂളിൽ ഇരിക്കുന്ന ആൾക്കാരും സിറ്റിംഗ് ഏരിയയിൽ ഇരിക്കുന്ന ആൾക്കാരും എടുത്ത് തന്നെ ആയതുകൊണ്ട് വളരെ നല്ലൊരു വൈബായിരുന്നു ഉണ്ടായിരുന്നത്. പിന്നെ അതുപോലെ ഇതിൻ്റെ ഡോറൊക്കെ 4 ഡോറായിട്ട് പൊളികളായിട്ടുള്ള ഡോറായിരുന്നു. അത് തുറന്നു കഴിഞ്ഞാൽ ഒരു ഡൈനിങ് ഏരിയയാണ് കാണുന്നത്. പിന്നെ നമുക്ക് 3 റൂമാണ് ഉണ്ടായിരുന്നത്. അതിലൊരു റൂമാണിത്. പിന്നെ പുറത്തായിരുന്നു റൂമുള്ളത്, ഒരു റൂം മുകളിലുമാണ്. പിന്നെ ഇങ്ങനെ ഒരു ഏരിയ ഉണ്ട്. അതുപോലെ തന്നെ ഡൈനിങ് ഫുഡൊക്കെ കഴിക്കാൻ വേണ്ടി ടേബിളൊക്കെ ഇട്ടൊരു ഏരിയ ഉണ്ട്. അവിടെയും കാണാൻ നല്ല ബാമ്പൂസ് ഒക്കെ വെച്ചിട്ടുള്ള ഒരു പാറയുടെ സൈഡായിട്ടുള്ള ഏരിയ ആയിരുന്നു. പിന്നെ ഇതാണ് നമ്മുടെ മുകളിലെ റൂം. പിന്നെ മുകളിലെ റൂമിൽ നമ്മൾ എക്സ്ട്രാ ഒരു ബെഡ് മേടിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ പിന്നെ ഇത് മുകളിൽ ഒരു ഡൈനിങ് ഏരിയ പോലെ തന്നെ ചെയ്തെടുക്കാനും ക്യാരംസ് കളിക്കാനൊക്കെ ഉള്ള സൗകര്യം ഉണ്ടായിരുന്നു. രാത്രി നമ്മൾ കളിച്ചിട്ടുണ്ട്. പിന്നെ ഇങ്ങനെ മുകളിൽ ഒരു ബാൽക്കണി ഏരിയ ഉണ്ടായിരുന്നു. ബാൽക്കണിയിൽ നിന്ന് അടിപൊളി വ്യൂ ആയിരുന്നു കേട്ടോ. നല്ല മഴ ആയതുകൊണ്ട് തന്നെ നല്ല തണുപ്പും ഉണ്ടായിരുന്നു രാവിലെ. അതുപോലെ തന്നെ നല്ല അടിപൊളി വ്യൂ ആണ് കാണുന്നത്. പുറത്ത് നല്ല മലയുടെ ഇടയിലൂടെ വെള്ളച്ചാട്ടമൊക്കെ കാണുന്ന ഒരു ഏരിയയാണ്. ഫുൾ ഗ്രീൻ വ്യൂ ആയിരുന്നു ഉണ്ടായിരുന്നത്. അതുപോലെ നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും അതിൻ്റെ ഫ്രണ്ട് ഏരിയ ആണ്. അങ്ങനെ ഞങ്ങൾ സംസാരിച്ച് കുറേ നേരം അവിടെ നിന്നു എല്ലാവരും കൂടി. പിന്നെ പുറത്തിറങ്ങി അവിടെ മാവൊക്കെ ഉണ്ടായിരുന്നു. മാവിൽ നല്ല മാങ്ങയുണ്ട്. കല്ലൊക്കെ എറിഞ്ഞ് മാങ്ങയൊക്കെ എടുത്ത് പണ്ട് നമ്മൾ അങ്ങാടിയിലൊക്കെ നിൽക്കുന്ന സമയത്ത് നാട്ടിലെല്ലാവരും കൂടി ചെറുപ്പത്തിൽ നിൽക്കുമ്പോൾ നമ്മൾ ചെയ്യുന്ന പോലത്തെ നല്ല വൈബായിരുന്നു കേട്ടോ. അതുപോലെ തന്നെ ഇതിൻ്റെ വ്യൂ ആണ് ഞാൻ ഇട്ടിട്ടുള്ളത്. നമ്മൾ അവിടെ മുകളിൽ നിന്ന് ബാൽക്കണിയിൽ നോക്കുമ്പോൾ കാണുന്ന വ്യൂ ആണ് ഇത്. നല്ല അടിപൊളി വ്യൂ കേട്ടോ. നല്ല കൂൾ മൂഡ് വ്യൂ ആയിരുന്നു ഉണ്ടായിരുന്നത്. രാവിലെ എണീറ്റ് എല്ലാവരും കൂടി ഒരുപാട് ടൈം സംസാരിച്ചിരുന്നു. നല്ല അടിപൊളി ക്ലൈമറ്റ് ആയതുകൊണ്ട് തന്നെ ഇരിക്കാൻ നല്ല സുഖം ഉണ്ടായിരുന്നു. കുറേ ഫോട്ടോസൊക്കെ എടുത്തു, മോർണിംഗ് സെൽഫി ഒക്കെ എടുത്തു. എല്ലാവരും വീട്ടിലൊക്കെ കോൾ ഇരിക്കുന്ന ഇതാണ് കാണുന്നത്. പിന്നെ കുറച്ച് നേരം കഴിഞ്ഞ് ഞങ്ങൾ വീണ്ടും സ്വിമ്മിംഗ് പൂളിലേക്ക് ഇറങ്ങി അടിച്ചു പൊളിച്ചു. നല്ല മഴയുണ്ടായിരുന്നു കേട്ടോ. മഴ എന്ന് പറഞ്ഞാൽ അതായിരുന്നു അന്നത്തെ ഹൈലൈറ്റ്.